ആർ ബിന്ദു ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. മന്ത്രി ആർ ബിന്ദു, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ പോക്സോ കേസ് ആരോപണം അടക്കമുണ്ട്. അപ്പോൾ അതിന്മേൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, മന്ത്രി ബിന്ദു. പക്ഷേ സർക്കാർ പറയുന്നത് അതിൽ ഓരോ ഇരകളും പോയി മൊഴി നൽകി കേസെടുക്കണം എന്നുള്ളതാണ്. ആ രൂപത്തിൽ വേണ്ടതില്ല, ഒരു പരാതി അവിടെ ഉണ്ടായാൽ മതിയെന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നിലപാട്? പൊതുവിൽ പുരുഷാധിപത്യ ബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വലിയ നിലയിൽ സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ സിനിമാ മേഖല. അതുമായി ബന്ധപ്പെട്ട് ചില വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ള അഭ്യർത്ഥനയും ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത ശ്രീമതി ഹേമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയായിട്ട് കണ്ടത്. എന്തു തന്നെയായാലും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ മാതൃകാപരമായി സ്വീകരിക്കാനും തുടർ നടപടികൾ എന്ന നിലയിൽ ഇനി ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഡിസ്ക്ലോസ് ചെയ്യരുത് എന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവർത്തിച്ച് പറയുന്നത് ഇരകളുടെ പേര് ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നുകൊണ്ടാണ്. അതിനെ തെറ്റായി സർക്കാർ മനസ്സിലാക്കുന്നു എന്ന് സംശയമുണ്ട്. കാരണം വേട്ടക്കാരുടെ പേര് പുറത്തു വരാതിരിക്കാനുള്ള ഒരു വ്യഗ്രത സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണത്തിൽ പലപ്പോഴായി തോന്നുന്നുണ്ട്. ആർക്കാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ ഇത്ര തിടുക്കം എന്നും ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുക, ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടേയില്ല എന്ന് പറയുക. അപ്പോൾ എത്രത്തോളം ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ ഈ വകുപ്പ് മന്ത്രിക്കുണ്ട്? തുടർന്ന് ഇക്കാര്യത്തിൽ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടുന്നതിന് വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലെ സ്ത്രീവിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചും സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനമാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നീതിയുക്തമായിട്ടുള്ള നടപടികൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ WCC എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ കാര്യമായ നിലയിലുള്ള ഇനീഷ്യേറ്റീവ് ഈ വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ നിർദ്ദേശാനുസരണം, അവരുടെ കൂടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്, അതുപോലെ ചലച്ചിത്ര മേഖലയിലെ സുപ്രധാന സാന്നിധ്യങ്ങളായ വനിതകളെ നേരിട്ട് കണ്ട് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നടപടികളിലേക്ക് പോകുകയാവും ഉചിതം എന്ന് കരുതുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ റോളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീവിരുദ്ധമായ സമീപനം ഏറ്റവും അധികം വെച്ചു പുലർത്തുന്ന ഒരു മേഖലയാണ്. അവിടെ ഉടച്ചുവാർക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ അതിന് പുറത്തുനിന്ന് ഇടപെടൽ വേണമെങ്കിൽ അത് ശക്തമായി തന്നെ വേണ്ടിവരും. അതിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. അതുകൊണ്ടാണ് മിനിസ്റ്റർ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നത്, ഈ പീഡകരെ തന്നെ വിളിച്ചിരുത്തിയുള്ള കോൺക്ലേവ് ആണോ സർക്കാർ ആലോചിക്കുന്നത്? സർക്കാരിന് അറിയാമല്ലോ ആരൊക്കെയാണ് എന്ന്. കാരണം ഈ റിപ്പോർട്ട് മാത്രമല്ല, ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ മെറ്റീരിയൽ എവിഡൻസ് അടക്കം ഈ ഇരകൾ കൊടുത്തിട്ടുണ്ട്, അതടക്കമുണ്ട് സർക്കാരിന്റെ മുന്നിൽ. അതെ, സർക്കാർ ചെയ്യാൻ പോകുന്ന നടപടികളുടെ അന്തിമ രൂപം ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയാണ് അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന കോൺക്ലേവ് വളരെ കൃത്യമായ നിലയിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്ത്രീകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വളരെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നുള്ളത്. തീർച്ചയായും അതിന്റെ ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എടുക്കേണ്ടതായിട്ടുള്ള തുടർ നടപടികൾ കൃത്യമായ നിലയിൽ ദിശാബോധത്തോടെ രൂപീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മിനിസ്റ്റർ, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ആദ്യം തന്നെ കോൺക്ലേവ് എന്ന ആലോചനയിലേക്കല്ല പോവുക അല്ലേ? കോൺക്ലേവ് എന്നുള്ള ആലോചനയിലേക്കാണോ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ക്യാബിനറ്റ് അല്ലെങ്കിൽ ആ തലത്തിൽ ഒരു ചർച്ച നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സാംസ്കാരിക വകുപ്പാണ് പ്രധാനമായിട്ടും അത്തരം ആലോചനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്വതന്ത്രമായിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ആ വകുപ്പിന് ഈ വിഷയത്തെ സംബന്ധിച്ച് അധികാരമുണ്ട്.
എന്താണ് ഈ കാര്യങ്ങളിൽ ഇനി ഭാവി പരിപാടി എന്നുള്ളത് കുറെ കൂടി വ്യക്തത വരുത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ്. ഈ തൊഴിൽ മേഖലകളിലെ ലൈംഗിക ചൂഷണത്തിന് കൃത്യമായ നിയമമുണ്ടല്ലോ എന്തുതരം നടപടികളിലേക്ക് പോകണമെന്ന്. അപ്പോൾ സിനിമാ മേഖല വരുമ്പോൾ അതിന്മേൽ അവരെ കൂടി ഇരുത്തിയുള്ള ചർച്ച എന്ന ആലോചനയിലേക്ക് പോകുന്നത് എത്ര വിചിത്രമാണ് മിനിസ്റ്റർ. അങ്ങനെ നിങ്ങൾ പർവ്വതീകരിക്കണ്ട. കൂടിയാലോചനകളൊക്കെ ആവശ്യമാണ്. ഒരു മേഖലയിൽ അനീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉച്ചാടനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പര്യാലോചനകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. അതിലാരും അസ്വസ്ഥതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 4.5 വർഷം അതിൽ അനക്കമില്ലാതിരുന്നത്? 4.5 വർഷം അനക്കമില്ലാത്തത് സംബന്ധിച്ച് അവര് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യരുതെന്നും ലോകായുക്തയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ മുന്നിലുണ്ടായിരുന്നല്ലോ. എന്തായാലും ഇപ്പോ അതിൽ നടപടി സ്വീകരിക്കുകയാണ്. ആ നടപടി സ്വീകരിക്കും മുൻപ് അത് ഏതു വിധമായിരിക്കണം എന്ന് ഏകപക്ഷീയമായിട്ട് നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനങ്ങളെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശാലമായ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ടെങ്കിൽ വനിതാ സംഘടനകൾ ഉൾപ്പെട്ട് അഭിപ്രായം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് WCC, ഇക്കാര്യത്തിൽ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടും ക്യാബിനറ്റിലുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും എന്റെ സജീവമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ പറയാനുള്ളത്. WCC പറയുന്നത് നിയമ നടപടി വേണമെന്ന് തന്നെയാണ് കേട്ടോ. അതെ, അത് ഒറ്റ വാക്കിൽ നമുക്ക് എനിക്ക് മറുപടി പറയുന്നതിന് പരിമിതികളുണ്ട്. നിയമ നടപടി വേണമെന്ന് തന്നെയാണല്ലോ എല്ലാവരും പറയുക. പക്ഷെ നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ മൂർത്തമായ തെളിവുകൾ ഉണ്ടാവണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ തീർച്ചയായും ആധികാരികമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെതിരെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതും ഒരു വശത്തുണ്ട്. അപ്പോൾ സാധ്യമായ നിലയിൽ നിയമപരമായ നടപടികളും നിലനിൽക്കുന്ന പുരുഷാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് നടത്തേണ്ടുന്നതായിട്ടുള്ള ഇടപെടലുകളും കൃത്യമായ നിലയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, വളരെ നന്ദി മന്ത്രി ആർ ബിന്ദു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പറയാവുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്കാണ് മന്ത്രി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിയമ നടപടി എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആലോചിക്കുക എന്നുള്ള സൂചനയുണ്ട്. അക്കാര്യം WCC ഇന്നത്തെ യോഗത്തിന് ശേഷം സർക്കാരിനെ അറിയിക്കും. ഇന്ന്